Hi everyone, ഞാൻ CA Akhila Narayanan. On this video, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിപ്ലൈയുടെ പുതിയ CA ഇന്റർമീഡിയറ്റ് ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. അല്ലെ, അപ്പൊ ഇനി വരാൻ പോകുന്ന CA ഇന്റർമീഡിയറ്റ് ബാച്ച് എന്ന് പറയുമ്പോൾ ഏത് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളായിരിക്കും? സെപ്റ്റംബർ 2025 CA ഇന്റർമീഡിയറ്റ് എക്സാം പ്ലാൻ ചെയ്യാനിരുന്ന കുട്ടികൾക്കുള്ള ബാച്ചാണ് നമുക്കിപ്പോൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഈ വീഡിയോയിലൂടെ ആ ബാച്ചിനെ കുറിച്ചുള്ള കുറച്ചധികം ഇൻഫർമേഷൻസ് കവർ ചെയ്യുന്നുണ്ടായിരിക്കും. അതിനോ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങളെ കൺസേൺ ചെയ്യുന്ന കുറച്ച് മാറ്റേഴ്സ് ഉണ്ടല്ലോ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ട ഒരു ബാച്ചിനെ കുറിച്ച് അല്ലെ? എക്സ്പെഷ്യലി ആ ബാച്ച് എത്ര നാളുണ്ടാകും, എന്നാണ് ഡ്യൂറേഷൻസ്, എത്ര നാൾ ഞങ്ങൾക്ക് പഠിത്തം ഉണ്ടാകും, എത്ര നാൾ ഞങ്ങൾക്ക് റിവിഷൻസ് കിട്ടും, അല്ലെ? ഓൾ ദോസ് തിങ്സ്. അലോങ് വിത്ത് ദാറ്റ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം? ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്താൽ എനിക്ക് എന്ത് പർട്ടിക്കുലർ ആയിട്ട് കിട്ടും, അല്ലെ? ഒരു അഡ്വാൻറ്റേജ് എന്താണ് കിട്ടാൻ പോകുന്നുള്ളതും നിങ്ങളെ കൺസേൺ ചെയ്യുന്ന മാറ്ററാണ്. എവറിത്തിങ് വി വിൽ ഡിസ്കസ് ഹിയർ. ഓക്കെ, സോ നമ്മുടെ പോയിന്റ് ഓഫ് ഡിസ്കഷനകത്ത് ഇത്രയും ആസ്പെക്ട്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ടാകും. നിങ്ങളുടെ ഫാക്കൽറ്റീസ് ആരൊക്കെയാണ്, നിങ്ങളുടെ ക്ലാസ് അവേഴ്സ് എങ്ങനെയാണ്, നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, ഓൾ ദോസ് തിങ്സ് വി ക്യാൻ ഗോ വൺ ബൈ വൺ. ഓക്കെ, സോ ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ട്രിപ്ലൈയെ സംബന്ധിച്ച് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് തന്നെ ഫാക്കൽറ്റി പൂളാണ്. സോ ഇത് എല്ലാവരും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് തന്നെ ആയിരിക്കും, എങ്കിലും കുറച്ച് കൺഫ്യൂഷൻസ് കാണും, അല്ലേ? ലൈക്ക് ഏത് ഫാക്കൽറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫാക്കൽറ്റി കറക്റ്റ് ചെയ്ത സബ്ജക്ട്സ് ഒക്കെയാണ് ട്രിപ്ലൈയിൽ എടുക്കുക, ഞങ്ങളുടെ ബാച്ചിലാണോ ഫൈനൽ ബാച്ചിലാണോ, ഓൾ ദോസ് തിങ്സ്, അല്ലേ? ഇതൊക്കെ ചെറിയ ചെറിയ ഡൗട്ട്സുകളായിരിക്കും. സോ നമുക്കതൊന്ന് കവർ ചെയ്യാം. ഇന്റർമീഡിയറ്റിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്ട്സിനും നമ്മുടെ ഫാക്കൽറ്റി പൂളിൽ ആരൊക്കെ അവൈലബിൾ ആണ് എന്നുള്ളത് നോക്കി. അഡ്വാൻസ് അക്കൗണ്ടിങ് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് വേണു സാറുണ്ട്, ആദിർ സാറുണ്ട്, കൃഷ്ണപ്രസാദ് സാറുണ്ട്, മാത്രമല്ല ഷഹീൽ സാർ. 4 ഫാക്കൽറ്റീസ് അവൈലബിൾ ആണ്. വൺ അമംഗ് ദം, അല്ലെങ്കിൽ കോമ്പിനേഷൻസ് ഓഫ് ദീസ് 4 പീപ്പിൾസ് ആയിരിക്കും നിങ്ങൾക്ക് അക്കൗണ്ട്സിന്റെ ക്ലാസ്സസ് എടുക്കുന്നുണ്ടാവുക. ദെൻ വെൻ ഇറ്റ് കംസ് ടു ലോ, യു ഹാവ് ധന്യ മാം, ഷാനിൽ സാർ ആൻഡ് പ്രേം സാർ. ടാക്സേഷൻ, അതിൽ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സസും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ആളാണ് നമ്മുടെ ജസ്റ്റിൻ സാർ. അതുപോലെ തന്നെ IDT എടുക്കാൻ അൻവർ സാർ. ദെൻ കോസ്റ്റിംഗ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് അഥവാ കോസ്റ്റിംഗ് പേപ്പറിലേക്ക് വരുമ്പോൾ വി ഹാവ് ഷഹീദ് സാർ, വേണു സാർ ആൻഡ് മുഹമ്മദ് സാർ. ദെൻ ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ് പേപ്പർ എടുക്കാൻ നിതിൻ സേതുമാധവൻ സാർ, ഓൾസോ ഇന്ദു സാർ. ലാസ്റ്റ് പേപ്പർ FM ആൻഡ് SM, അല്ലെ? FM എടുക്കാൻ ദിനു സാർ അവൈലബിൾ ആയിരിക്കും, SM ധന്യ മാം ആൻഡ് ജോമൽ സാർ. സോ ഈ ഫാക്കൽറ്റി പൂളിലുള്ളവർ തന്നെ ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവുക ഫോർ യുവർ ബാച്ച്. ഇനി നിങ്ങളെ മാറ്റർ ചെയ്യുന്ന ഒരു ഫാക്ട് എന്താ? ക്ലാസ്സസിന്റെ ഡ്യൂറേഷൻസും കാര്യങ്ങളും ഒക്കെ, അല്ലെ? എന്ന് ക്ലാസ്സസ് തുടങ്ങും, എന്ന് ക്ലാസ് തീരും, ഹൗ മെനി ഡേയ്സ് വി വിൽ ഗെറ്റ് ഫോർ റിവിഷൻസ്, ഓൾ ദോസ് തിങ്സ് നമുക്ക് ഇതിലൊന്ന് സമപ്പ് ചെയ്യാം. നോക്കിയാൽ നിങ്ങൾക്ക് നവംബറിൽ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അറൌണ്ട് ഒരു നവംബർ 2nd വീക്കിൽ നിങ്ങൾക്ക് ബാച്ചിന്റെ ബിഗിനിങ് എക്സ്പെക്ട് ചെയ്യാം. ബിക്കോസ് നിങ്ങളുടെ റിസൾട്ട്, ഫൗണ്ടേഷൻ എഴുതിയിട്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നിങ്ങളുടെ റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒക്ടോബർ ലാസ്റ്റ്, നവംബർ ആദ്യത്തോടു കൂടി ആയിരിക്കുമല്ലോ. സോ ബൈ ദാറ്റ് ടൈം നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകും. ഇൻ ബിറ്റ്വീൻ നമ്മുടെ ബ്രിഡ്ജ് സെക്ഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആവുന്നുണ്ടായിരിക്കും യൂട്യൂബിൽ. അതും കൂടി നിങ്ങളൊന്ന് വാച്ച് ചെയ്തോളുക. ഓക്കെ, ആ ഒരു ബ്രിഡ്ജ് വേണ്ടേ, ഫൗണ്ടേഷൻ ടു ഇന്റർലേക്ക് ഒന്ന് ബ്രിഡ്ജ് ചെയ്യണ്ടേ നമുക്ക്. സോ എവറിഥിങ് വിൽ ബി റെഡി. സോ അതും കൂടെ ഒന്ന് കണ്ട് സെറ്റായി നിങ്ങൾ വരുമ്പോഴത്തേക്ക് നവംബർ ഏകദേശം ഒരു 2nd വീക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സസ് തുടങ്ങും. എന്നിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് എത്ര നാൾ ക്ലാസ്സസ് ഉണ്ടാകും? ഒരു 7.5 അല്ലെങ്കിൽ ഒരു 8 monthsോളം നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയുള്ള ടൈം ഉണ്ടാകും. സോ അവിടെ റിവിഷൻസ്, മോക്ക് എക്സാംസ് കാര്യങ്ങളൊക്കെ പ്ലാൻ ആകും. ദെൻ ആഫ്റ്റർ യു വിൽ ബി റൈറ്റിംഗ് എക്സാം ഇൻ സെപ്റ്റംബർ 2025. ഓക്കെ, ഈ സ്റ്റഡി ലീവ് എന്നോടെ കിടക്കുന്നത് കംപ്ലീറ്റ് സ്റ്റഡി ലീവ് അല്ല കേട്ടോ. എൻ്റെ ഇടയ്ക്ക് റിവിഷനും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റഡി ലീവ് പറഞ്ഞിരിക്കുന്നത്. ഇനി ട്രിപ്പിളിലേക്ക് വരുമ്പോഴത്തേക്ക്, റാദർ ദാൻ ട്രിപ്പിളൈ, നിങ്ങളുടെ സബ്ജക്ട്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ എന്താ? നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് ലെവലിൽ പഠിക്കാൻ എത്ര പേപ്പേഴ്സ് ഉണ്ട്? നിങ്ങൾക്ക് 2 ഗ്രൂപ്പിലായിട്ട് 6 പേപ്പേഴ്സ് ഉണ്ട്, അല്ലെ? ഈ 6 പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇഫക്റ്റിൽ 8 എണ്ണം ഉണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുക? നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. അഡ്വാൻസ് അക്കൗണ്ടിങ് ഫസ്റ്റ് പേപ്പർ, സെക്കൻഡ് പേപ്പർ കോർപ്പറേറ്റ് ലോ, തേർഡ് പേപ്പറിലേക്ക് വരുമ്പോഴത്തേക്ക് യു ഹാവ് ടാക്സേഷൻ. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. സോ ഇൻകം ടാക്സ് ലോസസും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഇൻഡയറക്റ്റ് ടാക്സസും പഠിക്കാനുണ്ട്. പേപ്പർ 3A 3B എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ അക്കൗണ്ട് ചെയ്യാം. ഇതുപോലെ തന്നെയാണ് സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കോസ്റ്റിങ്ങും ഓഡിറ്റിങ്ങും ഉണ്ട്, പേപ്പർ 4 and 5 ആയിട്ട്. ബട്ട് പേപ്പർ 6 ഇതുപോലെ 2 പേപ്പറിന്റെ ഒരു കോമ്പിനേഷൻ ആണ് വരിക, FM-ഉം SM-ഉം, ഫിനാൻഷ്യൽ മാനേജ്മെന്റും സ്ട്രാറ്റജിക് മാനേജ്മെന്റും. ഓക്കെ, അപ്പൊ നോക്കി എത്ര മാർക്സിനാണ് നിങ്ങൾക്ക് വരിക? പേപ്പർ FM-ഉം SM-ഉം ഒക്കെ വരുമ്പോൾ 50-50 100 അങ്ങനെ ആയിരിക്കും റേഞ്ച് വരിക. അതുപോലെ തന്നെയാണ് DTയും IDTയും. സോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നോക്കിയേ ഓരോ ഗ്രൂപ്പിനും 300 മാർക്സ് വെച്ചിട്ട്, അല്ലെ? ഓരോ പേപ്പറിനും 100 മാർക്സ്. പേപ്പർ സ്പ്ലിറ്റ് വരുന്ന കേസിൽ 50-50 ഈ രീതിയിലാണ് നിങ്ങൾക്ക് പേപ്പേഴ്സ് വരുന്നുണ്ടാവുക, എക്സാംസിന് മാർക്സും വരുന്നുണ്ടാവുക. സോ ട്രിപ്പിൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്ലാസ്സസ് എങ്ങനെയായിരിക്കും കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാർട്ടിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. നോക്കിയേ, അറൌണ്ട് ഒരു 174 ഡേയ്സിന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും. ദാറ്റ് വിൽ കംസ് അറൌണ്ട് 1300ഓളം
അവേഴ്സിന്റെ ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. അത് ഓരോന്നും ഇൻഡിവിജ്വലി എത്ര ഡേ ആണ് എത്ര അവർ ആണെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾ അധികം ബോധപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ബിക്കോസ് എന്താ, കറക്റ്റ് ആയിട്ടുള്ളൊരു ഷെഡ്യൂൾ നിങ്ങൾക്ക് കിട്ടും. അല്ല, ഒരു മാസത്തിന് മുന്നേ വരെയുള്ള ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. ഏതൊക്കെ ക്ലാസ്സസ് ആയിരിക്കും വരുന്നുണ്ടാവുക എന്നൊക്കെ ഉള്ളത് അവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. അറൗണ്ട് ഇതാണ് ഒരു ഓവറോൾ പിക്ചർ എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിരിക്കുക, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് തിങ്, ട്രിപ്ലൈയുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അടിപൊളി ഫാക്കൾട്ടി പൂൾസും കിഡിൽ ഇൻഫ്രാസ്ട്രക്ചറും മാത്രമൊന്നും അല്ല നിങ്ങളുടെ മാർക്സിനെയും റിസൾട്ടിനെയും ഒക്കെ എയ്ഡ് ചെയ്യുന്ന ഒരു അടിപൊളി സാധനം ഫ്രം പാർട്ട് ഓഫ് ട്രിപ്ലൈ. നത്തിങ് എൽസ് ബട്ട് അവർ വർക്ക് ബുക്ക്. അല്ലെ, നമ്മുടെ മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട് കണ്ടന്റ് നമുക്കറിയാം. ICAയുടെ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ ICA പറയുന്നുണ്ട് ഇത്ര പുറകോട്ടുള്ള ഒരു 4-5 RTPs അവിടെ അവൈലബിൾ ആയിരിക്കും. അല്ലെ, അല്ലാതെ ഒത്തിരി 10-15 വർഷത്തെ RTPs ഉണ്ടോ? ഇല്ല. ICA പറയുന്നത് നിങ്ങൾ അത്രയും RTPs റെഫർ ചെയ്യണം, എത്ര MDPs റെഫർ ചെയ്യണം, എത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യണം. ഇതൊക്കെ ICAയുടെ സൈറ്റിൽ ലിമിറ്റഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അല്ലെ, ഒരുപാട് മെറ്റീരിയൽസ് റെഫർ ചെയ്യുന്നതിനേക്കാളും എന്താണോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിമാൻഡ് ചെയ്യുന്നത് അത് റെഫർ ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. സോ നമ്മുടെ വർക്ക് ബുക്കും എല്ലാ വർഷവും റിവൈസ്ഡ് ആയിരിക്കും അക്കോർഡിംഗ് ടു ICAയുടെ സജഷൻസിൽ എത്രയാണോ നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് അത്രയും സംഭവങ്ങൾ മാത്രമേ നിങ്ങളുടെ വർക്ക് ബുക്കിലും ഉണ്ടാവുള്ളൂ. എന്ത്, RTPയിലെയും MDPയിലെയും ഒക്കെ ക്വസ്റ്റ്യൻസ്. ഇനി ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് പേപ്പർ എടുത്ത് നിങ്ങൾക്ക് ഒരു പകുതി പഠിച്ചൊരു കുട്ടി, അതായത് ഒരു ക്ലാസ്സസ് പകുതി ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ബിക്കോസ് അതിനകത്ത് ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിനും ഷഫിൾ ചെയ്തായിരിക്കും കിടക്കുന്നത്. സോ യു നീഡ് ടു വെയിറ്റ് ഫോർ ദി എൻഡ്, എന്നാലും നിങ്ങൾക്ക് മോക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ലിമിറ്റേഷൻ ആണല്ലേ. ആ ലിമിറ്റേഷനെ നമ്മൾ ഓവർകം ചെയ്യുന്നുണ്ട് നമ്മുടെ വർക്ക് ബുക്ക് വഴി. എങ്ങനെയാ? നമ്മുടെ വർക്ക് ബുക്കിൽ ഇതുപോലുള്ള RTP മോക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചാപ്റ്റർ വൈസ് ഡിവൈഡഡ് ആണ്. മാത്രമല്ല ചാപ്റ്ററിനുള്ളിൽ സബ് ഡിവിഷൻസ് ഉണ്ടാവില്ലേ, ടോപ്പിക്സ്, അങ്ങനെ ടോപ്പിക് വൈസ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ യു കെൻ ഈസിലി ഒരു ചാപ്റ്റർ പഠിച്ചാൽ അതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നോക്കാൻ പറ്റും, റിവൈസ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് അറ്റംപ്റ്റ് ചെയ്തൊക്കെ നോക്കാൻ പറ്റും. ഫാക്കൾട്ടീസ് തന്നെ നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കും. സോ ഡോണ്ട് വറി. സോ എവറിത്തിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സജസ്റ്റ് ചെയ്യുന്ന എല്ലാം നമുക്ക് കവർ ചെയ്യണം. അല്ലേ, ദാറ്റ് ഈസ് പോസിബിൾ വിത്ത് അവർ വർക്ക് ബുക്ക്. പിന്നെന്താ, എന്തൊക്കെയുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെ. യു കെൻ സി ICAയുടെ സ്റ്റഡി മെറ്റീരിയലിന് എടുത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സൈറ്റിൽ എന്തൊക്കെയുണ്ട് അതെല്ലാം ഉണ്ട്, റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സ് എല്ലാ എക്സാമിന് മുമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ്, അതിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ എല്ലാ എക്സാമിന് മുമ്പ് 2-3 മോക്ക് ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് തരാറുണ്ട്. ആ മോക്കിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന് തൊട്ട് മുമ്പത്തെ എക്സാമിന് കൊടുത്ത മോക്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എവിടെ ഉണ്ടാകും, നമ്മുടെ വർക്ക് ബുക്കിൽ ഉണ്ടാവും. ഓക്കെ അല്ലേ? സോ ദെൻ ട്രിപ്ലൈയിലെ സ്പെഷ്യാലിറ്റിയാണ് അക്കാഡമിക് ടീം ഉണ്ടാകും. എന്താ അക്കാഡമിക് ടീമിന്റെ പണി? നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത് തന്നെയാണ് അക്കാഡമിക് ടീമിന്റെ പണി. സോ വി ഹാവ് അറൌണ്ട് 20 to 25 വർക്കേഴ്സ് വർക്കിംഗ് ഹിയർ എക്സ്ക്ലൂസീവ്ലി ഫോർ ഹൗ ടു എയ്ഡ് യു എന്നുള്ളൊരു ടോപ്പിക്ക് ഇവരിങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഔട്ട്പുട്ടാണ് ഒന്ന് ഈ പറയുന്ന വർക്ക് ബുക്ക്, അതിൻ്റെ ഔട്ട്പുട്ടാണ് നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാംസ്, അതിൻ്റെ ഔട്ട്പുട്ടാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന റിവിഷൻ സീരീസുകളും കാര്യങ്ങളും എല്ലാം. ബിക്കോസ് ഹൗ ടു ഇംപ്രൂവ് ദ ബാച്ച് റിസൾട്ട് എന്നുള്ളത് നമ്മുടെ ടാർഗറ്റ് ആകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും റിസൾട്ട് ആയിട്ട് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. സോ അക്കാഡമിക് ടീം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവർ എക്സാംസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷെഡ്യൂൾസ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിപ്പറേഷൻസ്, അത് എവിടെന്നെങ്കിലും ഒക്കെ പരിക്കെടുത്ത ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സോഴ്സിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടായിരിക്കും. സോ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ എക്സാമിന് എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത്. ആ ഒരു പ്രയർ എക്സ്പീരിയൻസ് കിട്ടാനുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ബുക്സ് ഇവിടെ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന സംഭവം വർക്ക് ബുക്കിന്റെ അപ്ഡേഷൻസ് ചെയ്യുന്നുണ്ട്. ദെൻ റിസൾട്ട് ബെറ്റർ ആക്കാൻ വേണ്ട ഓൾ കൈൻഡ്സ് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് എല്ലാം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി വി ഹാവ് ആൻ അക്കാഡമിക് ടീം. ഓക്കെ, അത് നമ്മുടെ സ്പെഷ്യാലിറ്റി ആണല്ലേ. സോ അക്കാഡമിക് ടീം ഈസ് ഹിയർ. ദെൻ ക്ലാസ്സിന് ശേഷം ചില കുട്ടികൾക്കെങ്കിലും ഡൗട്ട് ആയിരിക്കും, ഓക്കെ 7.5 മന്ത്സോളം ക്ലാസ്സസ് എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് സ്റ്റഡി പീരീഡ് എന്ന് പറഞ്ഞു. സോ ഈ ഒരു പീരീഡിൽ കംപ്ലീറ്റ്ലി ഞങ്ങൾ തന്നെ വീട്ടിലിരുന്ന് പഠിക്കലാണോ? എന്താണ് ആഫ്റ്റർ ക്ലാസ്സസ് ടിൽ എക്സാം സംഭവിക്കാൻ പോകുന്നുണ്ടാവുക? എന്തുണ്ടാകും? ഈവൻ നിങ്ങളൊരു അറ്റംപ്റ്റ് ഫെയിൽ ആയാൽ പോലും നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങളെ അടുത്ത അറ്റംപ്റ്റിൽ എഴുതിക്കുന്നത് വരെ ഹൈഡ് ചെയ്യാൻ കൂടെ ഉണ്ടാകും. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ റിവിഷൻ ടൈമാണ് അല്ലേ. ക്ലാസ്സസ് കഴിഞ്ഞു എക്സാം വരെയുള്ള സമയം, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ഉണ്ടാകും. റിവിഷൻ എങ്ങനെ പ്ലാൻ ചെയ്യണം, റിവിഷൻ്റെ അകത്ത് എന്തൊക്കെ എക്സാംസ്, കണ്ടക്ടിങ് എക്സാംസ് വിത്ത് റെഗുലർ ഇൻട്രവൽ, വീക്ക്ലി 2 ആ രീതിയിലുമൊക്കെ റിവിഷൻസ് എങ്ങനെയാണ് പ്രാക്ടിക്കലി പോസിബിൾ ആവുക, ഫുൾ എക്സാംസ് ആയിട്ടാണോ മൊഡ്യൂൾ എക്സാംസ് ആയിട്ടാണോ വാട്ട് എവർ ഇറ്റ് ഈസ്, ആ രീതിയിൽ നിങ്ങൾക്ക് റിവിഷൻസ് ഉണ്ടായിരിക്കും. ദെൻ ഈ എക്സാംസിന് വാല്യുവേഷൻസ് ഉണ്ടായിരിക്കും. വാല്യുവേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. 2 ടൈപ്പ് വാല്യുവേഷനും. സെൽഫ് വാല്യുവേഷൻ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് യു നീഡ് ടു റിയലൈസ് വേർ ഐ ആം റോങ്, വേർ ഐ ആം ഗുഡ് അല്ലേ. ആ സംഭവം നിങ്ങൾക്ക് കിട്ടണം. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്കും അറിയണം നിങ്ങളുടെ ഒരു ട്രെൻഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ, എന്താണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി നിങ്ങൾക്ക് മെന്റേഴ്സ് ഉണ്ടാകും. ഫോർ ദാറ്റ് പർപ്പസ് വി വിൽ ഡു വാല്യുവേഷൻസ്. ദെൻ ആൻസർ പേപ്പർ ഡിസ്കഷൻ, ഫാക്കൾട്ടീസിൻ്റെ സൈഡിൽ നിന്നും മെന്റേഴ്സിൻ്റെ സൈഡിൽ നിന്നുമൊക്കെ എക്സാം കഴിയുമ്പോൾ ആ ഒരു ആൻസർ ഷീറ്റിൻ്റെ ഡിസ്കഷൻസ് കാര്യങ്ങളും നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും. സോ റാദർ ദാൻ
ക്ലാസ്സസ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റഡി പീരീഡിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ദിസ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നിങ്ങൾ ക്ലാസ്സസ് ഫുള്ള് കേട്ടിട്ട് നേരെ പോയി എക്സാം എഴുതാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റയടിക്ക് പാസ്സാവാൻ ചിലപ്പം പറ്റില്ല. ആ ക്ലാസ്സസിനെ നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്യുന്നു എന്നുള്ളത് റിയലി മാറ്റേഴ്സ് ആണല്ലേ. അപ്പോൾ ആ റിവിഷന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്രയും സപ്പോർട്ടുകൾ നിങ്ങൾക്ക് തേടി എത്തുന്നുണ്ടായിരിക്കും. സോ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടി. സോ ബി റെഡി ഫോർ ദാറ്റ്. ദെൻ എക്സാംസ് നടക്കുകയൊക്കെ പറഞ്ഞു. എന്തൊക്കെ എക്സാംസ് നടക്കും? നമുക്ക് ഓൾമോസ്റ്റ് ഒരു വീക്കിൽ നമുക്കൊരു 2-3 എക്സാംസ് വരും നമ്മൾ പ്ലാൻ ചെയ്യും. അതെങ്ങനെയാ, ആ ഒരു മന്തിലെ ക്ലാസ്സസ് എന്തൊക്കെയാണോ അതിൻ്റെ എക്സാംസ് എന്നുള്ള രീതിയിൽ. ഒരു സ്റ്റഡി ലീവ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ഒരു എക്സാം പ്രതീക്ഷിക്കാം. സോ വീക്കിലി എക്സാം എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, എല്ലാ വീക്കിലും എക്സാം നടക്കണമെന്നില്ല. ഒരു ക്ലാസ്സസ് ഇപ്പം ലോയോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റോ ആണെങ്കിൽ 5, 6, 7 ദിവസമൊക്കെ ക്ലാസ്സസ് വരത്തില്ലേ, ആ ഒരു പീരീഡ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അതിൻ്റെ എക്സാംസ് പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. സോ പോർഷൻ വൈസ്, ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ടാകും. ദെൻ റിവിഷൻ ടൈമിലേക്ക് വരുമ്പോഴത്തേക്ക് വി ഹാവ് റിവിഷൻ എക്സാംസ്. അപ്പോൾ 5-6 ചാപ്റ്റേഴ്സൊക്കെ ഒന്നിച്ചായിരിക്കും. ദെൻ വി ഹാവ് ട്രിപ്ലൈയുടെ തന്നെ സ്വന്തം മോക്ക് എക്സാംസ് ഉണ്ടാകും. എന്താ ഞാൻ എടുത്തു പറഞ്ഞ ട്രിപ്ലൈയുടെ സ്വന്തം മോക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എനിവേ നിങ്ങൾക്ക് നിങ്ങൾ എഴുതാൻ പോകുന്ന അറ്റംപ്റ്റിൽ മോക്ക് ഇറക്കുന്നുണ്ടായിരിക്കുമല്ലോ. സോ ആ മോക്ക് എക്സാംസും നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. മാത്രമല്ല ട്രിപ്ലൈ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന മോക്ക് എക്സാംസ് വേറെ ഉണ്ടാകും. ദാറ്റ് ഓൾസോ യു നീഡ് ടു അറ്റൻഡ്. ഓക്കെ. ദെൻ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് അല്ലേ. ഫൗണ്ടേഷൻ ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് മെന്റർഷിപ്പ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടാകും ഓൾറെഡി. ബട്ട് ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് മെന്റർഷിപ്പിന്റെ യൂസ് വളരെ ലിമിറ്റഡ് ആണ്. ബിക്കോസ് ഫാക്കൽറ്റീസിനെ ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മാത്രമല്ല നിങ്ങൾ ഒരു അടുത്ത ലെവലിലേക്ക് വന്നു കഴിഞ്ഞു അല്ലേ. സോ മെന്റേഴ്സിന്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ സെൽഫ് പ്ലാനിങ് അല്ലെങ്കിൽ ഒരു സീരിയസ്നെസ് വരേണ്ട ഒരു ഫേസ് ഒക്കെ ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ വി ഹാവ് എന്തുണ്ട്, മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അവിടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, മെന്റേഴ്സിന് നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകൾ ക്ലിയർ ആക്കാൻ അവൈലബിൾ ആക്കി തരിക. സോ ഡൗട്ട് നിങ്ങൾ ചോദിച്ചാൽ മെന്റർ അവിടെ ക്ലിയർ ആക്കും. അല്ലാതെ മെന്റർ വന്നിരുന്ന എല്ലാം A to Z ഒന്നും കൂടെ പഠിപ്പിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ മെന്റർ വിൽ ബി ക്ലിയറിംഗ് യുവർ ഡൗട്ട്സ്. ദെൻ മെന്റർ വിൽ ഡു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻസ്. മെന്റർ വിൽ ഡു വാല്യുവേഷൻസ്. മെന്റർ ആയിരിക്കും നിങ്ങൾക്ക് വാല്യൂ ചെയ്ത് തരുന്നുണ്ടാവുക, അതിൻ്റെ ഇമ്പ്രൂവ്മെന്റ് സജഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ടാവുക. സോ നിങ്ങളുടെ മാറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ പയ്യെ നിങ്ങളുടെ പേരൻസിലേക്ക് എത്തണ്ടേ. നിങ്ങൾ എക്സാം എഴുതുന്നില്ലെങ്കിൽ പേരൻസ് അറിയണ്ടേ, നിങ്ങൾ ക്ലാസ് വരാതെ മുങ്ങിയ പേരൻസ് അറിയണ്ടേ. ഓൾ ദിസ് കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിൽ ഗോ ഫ്രം മെന്റർ ആൻഡ് കോർഡിനേറ്റർ ടു യുവർ പേരൻസ്. സോ ഈ കാര്യങ്ങളൊക്കെ മെന്റർഷിപ്പിന്റെ പാർട്ടായിരിക്കും. ദെൻ റിവിഷൻ്റെ കൂടെ ഇത്രയും പറഞ്ഞത് കൂടാതെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സംഭവം നിങ്ങൾക്ക് മാത്രമല്ല, യൂട്യൂബിൽ പബ്ലിക്കലി നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. ദാറ്റ് ഇൻക്ലൂഡ്സ് RTP ഡിസ്കഷൻ, MTP ഡിസ്കഷൻസ്. ദെൻ വി ഹാവ് ഡേ ബിഫോർ എക്സാം, ഒരു ലാസ്റ്റ് ലാബ് എന്ന് പറഞ്ഞിട്ട്. സോ ഇതൊക്കെ എന്താ ശരിക്കും, അപ്പോൾ നമുക്കറിയാം നമ്മുടെ വർക്ക് ബുക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിലേക്ക് കിട്ടുന്ന സംഭവമാണല്ലോ. ആ വർക്ക് ബുക്കിൽ അതുവരെയുള്ള RTPസും MTPസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും അല്ലേ ഉള്ളത്. നിങ്ങൾ എക്സാം അടുക്കുന്ന സമയത്ത്, നിങ്ങളുടെ സെപ്റ്റംബർ എക്സാമിന് മുമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് തരും, മോക്ക് എക്സാംസ് തരും, RTPസ് പുതിയത് വരും അല്ലേ. സോ ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടേ. സോ അതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് എങ്ങനെയായിരിക്കും, യൂട്യൂബ് സെഷൻസ് വഴിയായിരിക്കും. സോ യൂഷ്വലി വി ഹാവ് യൂട്യൂബ് സെഷൻസ് ബിഫോർ ഈച്ച് എക്സാംസ്. അതിൽ ഈ RTPs കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. അതുകൂടാതെ എക്സാമിന് തൊട്ട് മുമ്പ് 1.5 ദിവസം ഗ്യാപ്പ് ഉണ്ടല്ലോ ഓരോ എക്സാമിന് മുന്നും. ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയമാണ്. ആ സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളുടെ മെന്റൽ സ്ട്രെസ് ഒക്കെ ഒന്ന് റിലീവ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഫാക്കൽറ്റീസ് ലാബ് സെഷൻസും ഉണ്ടാവും. ദിസ് യൂഷ്വലി എല്ലാ തവണയും നടക്കുന്നതാണ്. മോർ ദാൻ ദിസ് വിൽ ബി ഹിയർ ഇൻ കമ്മിങ് അറ്റംപ്റ്റ് അല്ലേ. പോസിബിലിറ്റി അതാണ്, എപ്പോഴും കൂടിയല്ലേ വരുന്നുണ്ടാവുക. സോ ഇതൊക്കെ യൂഷ്വലി ഉണ്ട്. ഇതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ദെൻ വി ഹാവ് മെന്റി പ്രോഗ്രാം. എന്താ മെന്റി? എല്ലാവർക്കും ഇഷ്ടമാണ് ക്വിസസ് ഒക്കെ കളിക്കാൻ വേണ്ടി അല്ലേ. സബ്ജക്ട് ബേസ്ഡ് ആയിട്ട് ക്വിസസ് കിട്ടിയാലോ, കളിക്കുകയും ചെയ്യാം പഠിക്കുകയും ചെയ്യാം. സോ വി ഹാവ് അവർ മെന്റി പ്രോഗ്രാംസ്. യൂട്യൂബിലും നിങ്ങളുടെ ക്ലാസ് റൂംസിലും ഒക്കെ ആയിട്ട് യു വിൽ സീ ദിസ് ജസ്റ്റ് ക്വിസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാംസ് ഉണ്ടാവും. സോ ഇച്ചിരി കളിച്ചുകൊണ്ട് പഠിക്കാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ അവിടെയുണ്ട്. സോ ദിസ് ഈസ് all about our CA intermediate batch. നമുക്ക് വരാൻ പോകുന്ന CA intermediate batch എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഇത്രയധികം കാര്യങ്ങളുടെ ഒരു കൺസോളിഡേഷൻ ആയിരിക്കും. സോ നോട്ട് ജസ്റ്റ് ക്ലാസ്സസ്, നോട്ട് ജസ്റ്റ് ഗെയിംസ്, നോട്ട് ജസ്റ്റ് റിവിഷൻസ്, മച്ച് മോർ അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും. സോ ഇഫ് യു ആർ വില്ലിംഗ്, we are all ready to serve you. Okay, so ലാസ്റ്റ് സൈഡ് നോക്കിക്കുക എന്താ സംഭവം, നമ്മുടെ കഴിഞ്ഞ തവണത്തെ റിസൾട്ടിന് നമ്മൾ ഫെലിസിറ്റേഷൻ സെറമണി കഴിഞ്ഞിട്ട് എടുത്ത പിക്കാണത്. സോ ഈ ഒരു നമ്പർ, ഈ ക്രൗഡ് ഇങ്ങനെ കൂടി വരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. സോ ഹോപ്പ് യു ക്യാൻ മേക്ക് ഇറ്റ് ഹാപ്പൻ. സോ താങ്ക് യു വെരി മച്ച്. ഹോപ്പ് യു സീ ഇൻ ദ ക്ലാസ്.